പലസ്തീൻ ജനതയെ നിഷ്ഠൂരമായി വംശഹത്യ ചെയ്യുന്ന ഇസ്രയേലുമായി സമഗ്രമായ ഉഭയകക്ഷി നിക്ഷേപ കരാറിൽ മോഡി സർക്കാർ ഒപ്പുവെച്ചത് തിങ്കളാഴ്ചയാണ്. അതിന്റെ തൊട്ടടുത്ത ദിവസം ഇസ്രയേൽ ഖത്തറിന് നേരെ ആക്രമണം നടത്തി. ലോകരാജ്യങ്ങളെ ഞെട്ടിച്ചുകൊണ്ടാണ് ആക്രമണം നടന്നത്. വെടിനിർത്തൽ ചർച്ചയ്ക്കായി ദോഹയിലെത്തിയ ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം. ഹമാസ് നേതാക്കൾ ഒത്തുകൂടിയ ദോഹയിലെ കെട്ടിടം ലക്ഷ്യമിട്ട് നടത്തിയ ആക്രമണം തെളിയിക്കുന്നത് ഇസ്രയേലിന്റെ ചോരക്കുതിയാണ്. യുദ്ധമുന്നറിയിപ്പില്ലാതെ ജനവാസ മേഖലയിൽ ആക്രമണം നടത്തിയത് തികച്ചും മനുഷ്യത്വരഹിതമാണ്. ഖത്തറിൽ മാത്രമല്ല, ടുണീഷ്യ, ലെബനൻ, സിറിയ, ഗാസ എന്നിവിടങ്ങളിലും അതേ ദിവസം ഇസ്രയേൽ ആക്രമണം നടത്തി. ഇസ്രയേൽ ഖത്തറിൽ നടത്തിയ ആക്രമണത്തിൽ വലിയ ആശങ്കയെന്ന പ്രസ്താവനയ്ക്ക് കാലവിളംബം വരുത്തിയില്ലെങ്കിലും യുദ്ധക്കൊതിയും വംശഹത്യയും മുഖമുദ്രയാക്കിയ രാജ്യവുമായി വ്യാപാര കരാറിൽ ഏർപ്പെട്ടതിൽ യാതൊരു മനസാക്ഷിക്കുത്തും കേന്ദ്ര ഭരണകൂടത്തിനുണ്ടായില്ല. ഇരു രാജ്യത്തെയും നിക്ഷേപകർക്ക് സംരക്ഷണം, വിവേചനരാഹിത്യം, നീതിയുക്തമായ പരിഗണന, തർക്കപരിഹാരത്തിന് സ്വതന്ത്ര സംവിധാനം, സ്വത്തുക്കൾ പിടിച്ചെടുക്കുന്നതിൽ നിന്ന് സംരക്ഷണം, നിയന്ത്രണങ്ങളിൽ വ്യക്തത, സുഗമമായ ഫണ്ട് കൈമാറ്റം, നഷ്ടപരിഹാരം തുടങ്ങിയ വ്യവസ്ഥകളാണ് ധനമന്ത്രി നിർമ്മല സീതാരാമനും ഇസ്രയേൽ ധനമന്ത്രി ബെസലേൽ സ്മോട്രിച്ചും ഒപ്പുവെച്ച നിക്ഷേപ കരാറിലുള്ളത്. ഗാസയിലെ കൂട്ടക്കുരുതിയെ ലോകരാജ്യങ്ങളാകെ തള്ളിപ്പറയുന്ന ഘട്ടത്തിൽ അവരുമായി നിക്ഷേപ സഹകരണത്തിനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനം രാജ്യത്തിന്റെ നൈതിക മൂല്യങ്ങളെ അട്ടിമറിച്ചുകൊണ്ടുള്ളതാണ്. സാമ്പത്തിക ബന്ധം ശക്തിപ്പെടുത്തുകയെന്നതിനപ്പുറം റഷ്യൻ എണ്ണ വാങ്ങുന്നതിന്റെ പേരിൽ ഇടഞ്ഞു നിൽക്കുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ അനുനയിപ്പിക്കുക എന്ന ലക്ഷ്യവും ഇസ്രയേലുമായി കൈകൊടുക്കുന്ന മോഡി സർക്കാരിനുണ്ട്. ഈ സാഹചര്യം തന്നെ പുളകം കൊള്ളിക്കുന്നില്ലെന്നാണ് ഖത്തർ ആക്രമണത്തെക്കുറിച്ച് ട്രംപ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. അത്ര പോലും ശക്തമായി അപലപിക്കാൻ ന്യൂഡൽഹി തയ്യാറായില്ല എന്നതും അത്യന്തം ഖേദകരമാണ്. അല്ലെങ്കിൽ വിവിധ യൂറോപ്യൻ രാജ്യങ്ങൾ പ്രവേശന വിലക്ക് ഏർപ്പെടുത്തിയ ബെസലേൽ സ്മോട്രിച്ചിനെ ചുവന്ന പരവതാനി വിരിച്ച് സ്വീകരിക്കില്ലല്ലോ. കടുത്ത വംശീയ പ്രസ്താവനകൾ നടത്തിയതിന് വിവിധ സർക്കാരുകളിൽ നിന്നും യൂറോപ്യൻ യൂണിയനിൽ നിന്നും ഉപരോധങ്ങൾ നേരിട്ടയാളാണ് സ്മോട്രിച്ച്. UK, ഓസ്ട്രേലിയ, കാനഡ, ന്യൂസിലൻഡ്, നോർവേ തുടങ്ങിയ രാജ്യങ്ങൾ അദ്ദേഹത്തിനും ഇസ്രയേൽ ദേശീയ സുരക്ഷാ മന്ത്രി ഇറ്റാമർ ബെൻഗ്വിറിനും കഴിഞ്ഞ ജൂണിൽ മനുഷ്യാവകാശ ലംഘനങ്ങൾ ആരോപിച്ച ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു. ഗാസയിലെ വംശഹത്യയും ഇറാനു നേരെ നടത്തിയ ആക്രമണത്തിനും പിന്നാലെയായിരുന്നു വിലക്ക്. എന്നാൽ ഇറാനു നേരെ ഇസ്രയേൽ നടത്തിയ കടന്നാക്രമണത്തെ പൂർണ്ണമായും പിന്തുണയ്ക്കുന്ന നിലപാടായിരുന്നു അന്നും മോഡി സർക്കാർ കൈക്കൊണ്ടത്. ആക്രമണത്തെ കടുത്ത ഭാഷയിൽ അപലപിച്ച ഷാങ്ഹായ് സഹകരണ സംഘടനയുടെ പ്രസ്താവനയിൽ നിന്ന് അംഗരാജ്യമായ ഇന്ത്യ വിട്ടുനിന്നു. ഇരുകൂട്ടരും സംയമനം പാലിക്കണമെന്ന പൊതുപ്രസ്താവന മാത്രമാണ് വിദേശ മന്ത്രാലയം ഇറക്കിയത്. 3 വർഷത്തിനിടെ കുറഞ്ഞത് 4 തവണയെങ്കിലും ഗാസയിൽ വെടിനിർത്തൽ ആവശ്യപ്പെടുന്ന UN പൊതുസഭാ പ്രമേയങ്ങൾക്ക് അനുകൂലമായി വോട്ട് ചെയ്യുന്നതിൽ നിന്നും ഇന്ത്യ അകലം പാലിച്ചു. യൂറോപ്പിൽ ജൂതർ വേട്ടയാടപ്പെട്ടുവെന്നതിന്റെ പേരിൽ UN-നെ മറയാക്കി പാശ്ചാത്യ രാഷ്ട്രങ്ങളുടെ പിന്തുണയോടെ 1948 പലസ്തീനെ വെട്ടിമുറിച്ച ഇസ്രയേൽ എന്ന ജൂതരാഷ്ട്രം രൂപീകൃതമായ ശേഷം ആ രാജ്യം കൈക്കൊണ്ടതെല്ലാം ഏകപക്ഷീയ നടപടികളായിരുന്നു. ഇസ്രയേലിനും അതിന്റെ സയനിസ്റ്റ് വംശീയതയ്ക്കുമെതിരെ ഉയരുന്ന വിമർശനങ്ങളെയെല്ലാം സെമിറ്റിക് വിരോധമെന്ന് ആക്ഷേപിച്ച് രക്ഷപ്പെടാനാണ് അവർ ശ്രമിച്ചിട്ടുള്ളത്. അവരുമായി ബന്ധമുണ്ടാക്കുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം ഇസ്രയേൽ അതിജീവിക്കുന്നത് അമേരിക്കയുടെ പിൻബലത്തിൽ മാത്രമാണ് എന്നതാണ്. അവർക്ക് സ്വന്തമായ വിഭവങ്ങളൊന്നുമില്ല. ഏതു കാര്യത്തിലും അമേരിക്കയെ ആശ്രയിക്കണം. താരിഫിന്റെ പേരിൽ US-ഉമായി കടുത്ത നിലപാടിലാണെന്ന് പുറമേ തോന്നിപ്പിക്കുന്ന നരേന്ദ്രമോദിയുടെ ട്രംപിനോടുള്ള വിധേയത്വമാണ് ഇസ്രയേൽ കരാറെന്ന് സംശയിക്കാൻ ന്യായമായും കാരണങ്ങളുണ്ട്. റഷ്യയുമായി സഹകരിക്കുന്ന രാജ്യങ്ങളെ ഉക്രൈൻ യുദ്ധത്തിന്റെ പേരിൽ വിരട്ടുന്ന അമേരിക്ക ഗാസയിൽ കൂട്ടക്കുരുതി തുടരുന്ന ഇസ്രയേലുമായി ഇന്ത്യ ഉൾപ്പെടെ സഹകരിക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ്. അങ്ങനെ തന്റെ പ്രിയ ചങ്ങാതിയെ അനുനയിപ്പിക്കാൻ വംശഹത്യ മുഖമുദ്രയാക്കിയ ഒരു രാജ്യത്തോട് കൂറ് പ്രഖ്യാപിക്കുന്നത് മഹത്തായ വിദേശ നയമുണ്ടായിരുന്ന ഇന്ത്യയെപ്പോലൊരു രാജ്യത്തിന് ഭൂഷണമല്ല. ഇന്ത്യയുമായി വ്യാപാര ചർച്ചകൾക്കുള്ള വാതിലുകൾ അണഞ്ഞിട്ടില്ലെന്നും വൈകാതെ പുനരവലോകനം ഉണ്ടാകുമെന്നുമുള്ള ട്രംപിന്റെ പ്രസ്താവനയെ ഇതിനോട് ചേർത്ത് വായിക്കാവുന്നതാണ്.